ഈ ആഴ്ച കൺസ്ട്രക്ഷൻ, ഹൗസിംഗ് ഫിനാൻസ്, റിയാലിറ്റി പോലുള്ള സെക്ടറുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ഇതിന് സമാനമായ പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റൊരു സെക്ടർ കൂടിയുണ്ട്. സെക്ടറിൻ്റെ പേര് ഷുഗർ സെക്ടർ. ഇന്നത്തെ ദിവസം ഷുഗർ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ലീഡിംഗ് സ്റ്റോക്കായ ബൽറാംപൂർ ചീനി മിൽസ് ഇന്ന് 5% ഉയർന്ന് 441 ചെയ്തു. 8,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ബൽറാംപൂർ ചീനി മിൽസിൻ്റെ വാല്യൂഷൻ 16.65. ആദ്യം തന്നെ ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളുടെ ഇന്നത്തെ പെർഫോമൻസ് മനസ്സിലാക്കാം. ആന്ധ്ര ഷുഗർ 9.28% ഉയർന്നു. ബജാജ് ഹിന്ദ് ഷുഗർ 15%, ബൽറാംപൂർ ചീനി 5%, ദാൽമിയ ഭാരത് ഷുഗർ 6.67%, DCM ശ്രീരാം ഇൻഡസ്ട്രീസ് 2%, ദാംപൂർ ഷുഗർ മിൽസ് 5%, EID പരി 2%, രേണുക ഷുഗർ 11%, ത്രിവേണി എഞ്ചിനീയറിംഗ് 5.26% ഉയർന്നു. കഴിഞ്ഞ 3 ദിവസമായി ഷുഗർ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും 10 മുതൽ 20% റിട്ടേൺ നൽകുകയും ചെയ്തു. ആദ്യം തന്നെ ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം. 2019 ശേഷം ആദ്യമായി ഷുഗറിൻ്റെ മിനിമം സെയിൽസ് പ്രൈസ് ഗവൺമെൻറ് റിവൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് ഷുഗർ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഷുഗറിൻ്റെ മിനിമം സെയിൽസ് പ്രൈസ് ലാസ്റ്റ് റിവൈസ് ചെയ്തത് 2019 അന്ന് 21 രൂപ പെർ കിലോ എന്ന റേറ്റിലായിരുന്നു MSP നിശ്ചയിച്ചത്. അതിനുശേഷം MSP ഇതുവരെയും റിവൈസ് ചെയ്തിട്ടില്ല. MSP 41 ഉയർത്തും എന്നാണ് ഇൻഡസ്ട്രി പ്രതീക്ഷിക്കുന്നത്. ഓരോ വർഷവും ഷുഗറിൻ്റെ ഫെയർ ആൻഡ് റിന്യൂമറേറ്റീവ് പ്രൈസ് അല്ലെങ്കിൽ FRP ഗവൺമെൻറ് റിവൈസ് ചെയ്യാറുണ്ട്. പക്ഷേ FRPക്ക് പ്രൊപ്പോർഷണലായി ഇതുവരെയും MSPയെ ഉയർത്തിയിട്ടില്ല. ഉടൻ തന്നെ FRPക്ക് പ്രൊപ്പോർഷണലായി MSPയെ ഗവൺമെൻറ് ഉയർത്തിയേക്കും എന്നുള്ള അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. മിനിമം സപ്പോർട്ട് പ്രൈസ് ഉയരുകയാണെങ്കിൽ ഷുഗർ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ ഉയരാനും ബാലൻസ് ഷീറ്റ് ഇംപ്രൂവ് ആകാനും സാധ്യതയുണ്ട്. കൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഷുഗറിൻ്റെ വില ഇടിയുന്നുണ്ടെങ്കിലും ഷുഗറിൻ്റെ ലഭ്യതയും കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ചും ബ്രസീൽ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഷുഗർ ഇമ്പോർട്ടും കുറയുന്നുണ്ട്. അതിനനുസരിച്ച് ഷുഗറിൻ്റെ ഡിമാൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിനോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഉയരുന്നു. ഇതും ഷുഗർ സെക്ടറിലെ കമ്പനികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, എഥനോൾ ബ്ലെൻഡിങ്ങിൻ്റെ ടാർഗറ്റ് 11% നിന്നും 25% ഉയർത്താൻ പെട്രോളിയം മിനിസ്ട്രി തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. കാരണം ഷുഗർ സെയിൽസിനേക്കാൾ ഷുഗർ സെക്ടറിലെ കമ്പനികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എഥനോൾ പ്രൊഡക്ഷനിലാണ്. അതുവഴി കമ്പനികൾക്ക് കൂടുതൽ നേട്ടമുണ്ടാവുകയും ചെയ്യുന്നു. ഈ ന്യൂസും ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു. ഇനി ഷുഗർ സെക്ടറിൽ നിന്ന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ബൽറാംപൂർ ചീനി മിൽസ് തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സ്റ്റോക്ക് 12% റിട്ടേൺ നൽകുകയും ചെയ്തു. ബൽറാംപൂർ ചീനി മിൽസ് എന്ന കമ്പനിക്ക് ഷുഗർ പ്രൊഡക്ഷൻ മാത്രമല്ല, മറിച്ച് എഥനോൾ ബ്ലെൻഡിങ്ങിലും വളരെ കൃത്യമായ മാർക്കറ്റുണ്ട്. അതോടൊപ്പം തന്നെ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് കമ്പനി നിർമ്മിക്കുന്നു. ഇന്ത്യയിൽ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന ഒരേ ഒരു കമ്പനിയും ബൽറാംപൂർ ചീനി മിൽസ് എന്ന കമ്പനിയാണ്. അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ബൽറാംപൂർ ചീനി മിൽസ് എന്ന സ്റ്റോക്കിനെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബൽറാംപൂർ ചീനി മിൽസിൻ്റെ ROE 17%, ROCE 16.2%. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 5%, പ്രോഫിറ്റ് ഗ്രോത്ത് 4%, ROE 15%. പ്രൊമോട്ടേഴ്സിന് 42.8%, FAസിന് 11.2%, DAസിന് 20.7% ഉണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 25%. ബൽറാംപൂർ ചീനി മിൽസ് 441 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്ക് 475, 480, 500, 520 തുടങ്ങിയ ടാർഗറ്റുകളിലേക്ക് ഉയരാൻ പോസിബിലിറ്റി ഉണ്ട്. അതേസമയം സപ്പോർട്ടിൽ സ്റ്റോക്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ 420, 425 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 400 രൂപയ്ക്കടുത്ത് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരികയും പിന്നീട് സ്റ്റോക്കിൽ 415 ബ്രേക്കൗട്ട് വന്ന് സ്റ്റോക്ക് ഇപ്പോൾ 441 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തേത് പ്രജ് ഇൻഡസ്ട്രീസ് ആണ്. പ്രജ് ഇൻഡസ്ട്രീസ് എഥനോൾ ബ്ലെൻഡിംഗ് തീമുമായി ബന്ധപ്പെട്ട സ്റ്റോക്കാണ്. ഇന്നത്തെ ദിവസം 650 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകി സ്റ്റോക്ക് 688 എത്തുകയും ചെയ്തു. വരും സമയങ്ങളിൽ 650, 640 തുടങ്ങിയ ലെവലുകളെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പ്രജ് ഇൻഡസ്ട്രി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്.
ഇതുകൂടാതെ ഷുഗർ സെക്ടറിലെ പല സ്റ്റോക്കുകൾക്കും ഇപ്പോൾ ലഭിക്കുന്ന മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. EID പരി ത്രിവേണി എഞ്ചിനീയറിംഗ് പോലുള്ള സ്റ്റോക്കുകൾ മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ളതും അതുപോലെ തന്നെ മാനേജ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളാണെങ്കിലും ഈ സ്റ്റോക്കുകളൊക്കെ ആൾറെഡി റണ്ണപ്പ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഷുഗർ സെക്ടറിലെ സ്റ്റോക്കുകളെ, ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകളെ വരും സമയങ്ങളിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്